ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ താരയാണ് കാണിക്കുന്നത്. താരയാണെങ്കിൽ രൂപയുടെ വീട്ടിലൊന്ന് കുഞ്ഞിനെ എടുത്തോണ്ടിരിക്കുക. അപ്പോൾ രൂപയോട് പറയാം, ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് പോവുക. അത് കേട്ടത്, കുഞ്ഞിനെ കൊണ്ട് പോവുകയാണെന്നോ? എങ്ങോട്ട്? എൻ്റെ വീട്ടിലേക്ക്. അതെന്താ താരെ, കുഞ്ഞിവിടെ വളർന്ന എന്താ കുഴപ്പം? ഇല്ല, പോയിട്ട് കൊണ്ടുവരാം എന്നും താര. അത് കേട്ടതും ശാരി, ഏയ് അതൊന്നും ശരിയാവില്ല, നീ കൊണ്ടുപോയാ മോള് വന്ന് ചോദിച്ചാ പിന്നെ ഞാൻ എന്തുത്തരം പറയും? കുഞ്ഞിവിടെ തന്നെ നിൽക്കട്ടെ. അത് കേട്ടതും, അത് പറയാനുള്ള അധികാരം നിനക്കില്ലല്ലോ. ശാരി, ഇത് താരയുടെ പേരക്കുട്ടിയാ. നിയമപരമായി താരയാണ് അതിൻ്റെ മുത്തശ്ശി. അങ്ങനെയുള്ളപ്പോൾ ദേ നീ എന്ത് പറഞ്ഞാലും അത് നടക്കില്ല. ദേ സരയു വരുന്നത് വരെ കുഞ്ഞിൻ്റെ മേലെ അവകാശം താരയ്ക്ക് തന്നെയാ. അത് കേട്ടതും, അതൊക്കെ ശരിയാണ്, പക്ഷെ എന്ന് കരുതി കുഞ്ഞിനെ അങ്ങ് എടുത്തോണ്ട് പോയാ മോളെങ്ങാനും വന്നാ അത് വേണ്ട താരേ, ഉറപ്പായിട്ടും വേണ്ട. താര ഇവിടെ നിൽക്ക്, അതാ നല്ലത് എന്നും പറയുക. അത് കേട്ടതും താര, ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ രൂപ ചോദിക്കുക, എന്താ താര ഇപ്പം എന്താ ഇവിടെ നിൽക്കാത്തത്? ആദ്യം താര പോയി, ഇപ്പൊ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോവാണോ താരെ? അങ്ങനെ കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് മനസ്സ് കേൾക്കോ? അപ്പം നമ്മുടെ താര, ഞാൻ കൊണ്ടുവരാം, ഉടനെ കൊണ്ടുവരാം എന്നും പറയുക. അപ്പോൾ നമ്മുടെ യാമിനി, എനിക്ക് കാര്യം മനസ്സിലായി, ഇവരിവിടെ നിൽക്കുമ്പോൾ താരേച്ചിക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അത് കേട്ടതും, അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോഴും മനസ്സ് അങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും വിഷമിക്കണ്ട രൂപ മേഡം, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവര് ഭയങ്കര വലിയ ദുഷ്ടത്തിയാണ്. ഇങ്ങനെയൊക്കെ മനസ്സ് സങ്കടപ്പെട്ട് ഇവർ നിൽക്കുന്നുണ്ടെങ്കിലും ഇവരുടെ കാര്യത്തിൽ നമുക്ക് കൂടുതലൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ഇവരെ പഠിച്ച കള്ളിയാ. ചിലപ്പോൾ ഇവരിവിടെ ഉള്ളതുകൊണ്ടായിരിക്കും താരയ്ക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ട്. കുഞ്ഞിനെ കൊണ്ട് പോയിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് ചിലവഴിച്ചിട്ട് വരട്ടെ. എന്നാൽ ശരി താരെ, പോയിക്കോ. അപ്പോൾ താര പെട്ടെന്ന് തന്നെ പോവുക. ഈ സമയം, വേണ്ട രൂപേ, പോകണ്ടെന്ന് പറ രൂപേ, കുഞ്ഞിനെ കൊണ്ട് പോകണ്ടെന്ന് പറ രൂപേ, കുഞ്ഞിനെ കൊടുത്തു വിടല്ലേ രൂപേ. ഇത് വല്ലാത്ത കൂത്താണല്ലോ. ഞാൻ എങ്ങനെ പറയാനാ? എനിക്ക് ആ കുഞ്ഞിൻ്റെ മേലെ ഒരു അവകാശവും ഇല്ല. അവകാശം ഉള്ളത് താരയ്ക്ക് മാത്രമാണ്, നിനക്കുമില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എങ്ങനെയാ പറയുന്നത് കുഞ്ഞിനെ കൊണ്ടുപോകല്ലെന്ന്? ഏത് കോടതി കൊണ്ട് കേസ് കൊടുത്താലും ആ കുഞ്ഞിൻ്റെ അവകാശം ആ കുഞ്ഞിൻ്റെ മുത്തശ്ശിക്ക് തന്നെയാ. കുഞ്ഞിവിടെ നിന്ന് പോകുന്നതിൽ എനിക്കും വിഷമമുണ്ട്, പക്ഷേ പറയാനല്ലേ എനിക്ക് പറ്റൂ, തടയാനൊന്നും പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇതിനോട് സംസാരിക്കുമോ ശാരിയോട്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയുനെയാണ്. സരയോട് ഇങ്ങനെ ടേബിളിൽ കിടന്നുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും താര കുഞ്ഞിനെയും കൊണ്ടെത്തി. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതും സരയു ചാടി എഴുന്നേറ്റു. കുഞ്ഞിനെ ഓടിപ്പോയെടുത്തു. എൻ്റെ മോളെ, അമ്മയുടെ പൊന്നു മോളെ എന്നും പറഞ്ഞുകൊണ്ട് സരയു കുഞ്ഞിനെ കുറേ ഉമ്മ കൊടുത്തതിന് ശേഷം താരയോട് ചോദിച്ചു, ആർക്ക് സംശയം തോന്നില്ലല്ലോ അല്ലേ? അപ്പം താര, എനിക്കറിയില്ല. എന്താ അമ്മ ഇങ്ങനെ പറയുന്നേ? അറിയില്ലേ? ദേ ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും പിന്നാലെ വരും. അതുകൊണ്ട് അമ്മ ഒരു കാര്യം വാതിൽ പൂട്ടി തന്നെ കിടക്കട്ടെ, തുറക്കണ്ട. പിന്നെ ശാരിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, കുഞ്ഞിനെ കൊണ്ടുപോകണ്ടെന്നാ പറഞ്ഞേ. അത് പിന്നെ സങ്കടം ഇല്ലാതിരിക്കുമോ? എന്നെ കാണാനില്ല, അതിനിടയിൽ കുഞ്ഞിനെ കൂടെ അമ്മ കൊണ്ടുവന്ന പിന്നെ തിരിച്ചു കൊണ്ടുപോകുമെന്നുള്ള പേടിയുണ്ടാവും. ഒരു കാര്യം ചെയ്യമ്മേ, 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അമ്മ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തേരെ. ഇവിടെ ഒരുപാട് നേരം വെക്കണ്ട, പാവം അല്ലെങ്കിൽ തന്നെ മനസ്സ് തളർന്നാ ജീവിക്കുന്നേ. അതിനിടയിൽ ഇവളെയും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ ശരിയാവില്ല. ശരി അമ്മേ, ഞാൻ കുറച്ചു നേരം മോളോടൊപ്പം സമയം ചെലവഴിച്ചോട്ടെ. ശരി മോളെ എന്നും താര പറയുക. അത് കേട്ടതും സരയു മുകളിലേക്ക് പോവുക. ഈ സമയം നമ്മുടെ താര അവിടെ ഇങ്ങനെ പണിയൊക്കെ ചെയ്യുവാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശനാണെങ്കിൽ ഡിസ്ചാർജായി. 2 പേരും കൂടെ പ്രകാശനെ താങ്ങി പിടിച്ചുകൊണ്ട് വരിക. മോളെ, ഹോസ്പിറ്റലിൽ ഒരുപാട് തുക ചിലവായോ? ഇതെന്തിനാ അച്ഛ കൂടെ ചോദിക്കുന്നേ? എത്ര ചിലവായാലും അച്ഛനത് കാര്യമാക്കണ്ട. എന്തായാലും അച്ഛന് നടക്കാൻ പറ്റിയല്ലോ, അത് മതി. ഇതിനും വേണ്ടും ഞാൻ എന്ത് പുണ്യദേവി ചെയ്തത് എന്നും നമ്മുടെ പ്രകാശൻ കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് നോക്കി ചോദിക്കാം. അത് കേട്ടതും, അത് അച്ഛന് ഈ ജന്മത്തിൽ ചെയ്ത പുണ്യമല്ല, പോയ ജന്മത്തിൽ ചെയ്ത എന്തോ നല്ല കാര്യം കൊണ്ടാണ് ഈ ജന്മത്തിൽ അച്ഛനെ സഹായിക്കാൻ എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, നമ്മളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവരും ശത്രുവായിട്ട് കാണുന്നവരുമായിരിക്കും ചിലപ്പോൾ നമ്മുടെ സഹായത്തിനായിട്ട് എത്തുന്നത്. അതുകൊണ്ട് അച്ഛൻ കൂടുതലൊന്നും ചിന്തിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണം ഉപദേശിക്കുക. ഇതെല്ലാം കേട്ടതും പ്രകാശിന് ഭയങ്കര സന്തോഷമായി. ഈശ്വര, ഞാൻ ജീവിക്കും, ഇനിയും ഒരുപാട് കാലം ജീവിക്കും. എനിക്ക് ജീവിക്കണം, എൻ്റെ മക്കളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം. ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും എൻ്റെ മക്കളായിരിക്കണം എനിക്കെല്ലാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് കാറിൽ കയറി അവർ നേരെ പോയി ആ വീട്ടിലെത്തിയതും നമ്മുടെ ബാലണ്ണൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എടാ പ്രകാശ, നിനക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് ബാലണ്ണ,
ഉണ്ട്, എനിക്ക് നന്നായിട്ട്. പിന്നെ കുറച്ച് ദിവസം ഒരാളുടെ സഹായം വേണം, അത്രയേ ഉള്ളൂ. ബാലമാമൻ ഇവിടെ ഉണ്ടാവണം. അച്ഛനെ ഇടയ്ക്കൊക്കെ ഒന്ന് പിടിച്ച് നടത്തിക്കണം. അതൊക്കെ ഞാൻ ഏറ്റുമോളെ. ബാലണ്ണ, നിങ്ങൾക്കറിയോ എനിക്ക് വേണ്ടിയേ എൻ്റെ മോള് എത്ര ലക്ഷമോ ചെലവാക്കിയെന്ന് ഹോസ്പിറ്റലിൽ. അതൊക്കെ പിന്നെ ചെയ്യാതിരിക്കുമോ? നിനക്ക് വേണ്ടി കല്യാണി മോള് ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യും. അത് ഇന്ന് ആദ്യമായിട്ടല്ല, കുറേ വർഷങ്ങളായി ചെയ്യാൻ തുടങ്ങിയിട്ട്. മോൾക്ക് അറിവ് വെച്ച കാലം മുതൽ മോൾക്ക് കിട്ടുന്ന പൈസയിൽ ഒരു പങ്ക് നിനക്ക് വേണ്ടി തരും, അതും എൻ്റെ കയ്യിൽ. അങ്ങനെയുള്ളപ്പോൾ നീ ഈ മോളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എടാ പ്രകാശ, ഞാനൊരു സത്യം പറയാം. ഇനിയും നീ കല്യാണി മോളെ ദ്രോഹിക്കാനാണ് തീരുമാനമെങ്കിൽ നിന്റെ കാല് മാത്രമല്ല, ശരീരം ആ സകലം പഴുത്തു പോകും, അത് പുഴുത്തു പോകും. അത് കേട്ടതും നമ്മുടെ കല്യാണി, എന്തിനാ ബാലമാമ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ പറയാതെ മോളെ, ഇവൻ ചെയ്തതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മോളോട് ഒരു തുള്ളി സ്നേഹം കാണിക്കാത്ത ഇവനെ എനിക്കന്ന് വെറുപ്പായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, കൂട്ടുകാരൻ എന്ന പേരിൽ ഇവൻ്റെ കൂടെ നിന്നല്ലേ പറ്റൂ. അങ്ങനെ നിന്നേ ഉള്ളൂ, അല്ലാതെ ഇവനോട് എനിക്കൊരു സ്നേഹമോ സിമ്പതിയോ ഒന്നുമില്ല. അത്രയ്ക്ക് ദുഷ്ടനായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവ മാറിയിട്ടുണ്ടെങ്കിലും മനസ്സിൽ ചില സങ്കടങ്ങൾ മാറിക്കിടക്കുക, അതുകൊണ്ട് പറഞ്ഞു പോയതാ എന്നും പറഞ്ഞുകൊണ്ട് ബാലമാമൻ പ്രകാശിനെ താങ്ങി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക. എന്നാച്ചാ ഞങ്ങൾ ചെല്ലട്ടെ, എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണേ. എടാ പ്രകാശ, നീ ഇനി കല്യാണി മോളുടെയും കിരൺ സാറിൻ്റെയും ഡ്രൈവറായിട്ടാണോ പോകാൻ പോകുന്നത്? അതെ ബാലണ്ണ. എന്നാൽ ശരിയടാ, നീ അവരുടെ ഡ്രൈവർ ആയിക്കോ, ഞാൻ കമ്പനിയിലെ ഡ്രൈവർ ആയിക്കോളാം എന്നും ബാലണ്ണൻ. അത് കേട്ടതും നന്നായി ബാലണ്ണ, താങ്ക്സ്. എനിക്ക് വേണ്ടി ബാലണ്ണൻ ജോലി ഒഴിഞ്ഞു തന്നല്ലോ. അത് കേട്ടതും നിന്റെ ആഗ്രഹം അതാണല്ലോ. എടാ, എനിക്കും നല്ല ആഗ്രഹമുണ്ട്. നീ എത്രത്തോളം നിന്റെ മക്കളെ സ്നേഹിക്കുന്നോ അത്രത്തോളം നിനക്ക് എന്ത് വേണേലും വിട്ടുതരാൻ ഞാൻ തയ്യാറാ. കല്യാണി മോളുടെയും കിരൺ സാറിൻ്റെയും ഒപ്പം നീ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചോ, അത് നല്ല കാര്യമാടാ പ്രകാശ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലമാമൻ പ്രകാശിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവുക. ഈ സമയം കല്യാണിയും കാർത്തികയും പോകാൻ ഒരുങ്ങുക. അപ്പം പ്രകാശം ഭയങ്കര സന്തോഷത്തിലാണ്. പ്രകാശം ബാലണ്ണനോട് ഓരോരോ കാര്യങ്ങൾ പറയുക. ബാലണ്ണൻ, നിങ്ങൾക്കറിയോ, എനിക്ക് വേണ്ടി കല്യാണി മോള് ചെയ്തതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരിക. പാവം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ബാലണ്ണ. അത് കേട്ടതും എനിക്കറിയാം പ്രകാശ. എടാ, ഞാൻ നിന്നോട് ആദ്യം മുതലേ പറഞ്ഞിട്ടില്ലേ, നീ നിൻ്റെ മോനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ച് നിൻ്റെ മോളെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് നിൻ്റെ മോള് നിനക്കൊരു കുറവുമില്ലാതെ നിന്നെ രാജകുമാരനെ പോലെ നോക്കിയെന്നെ. അവൾ ജീവിക്കുന്നതിനേക്കാളും നന്നായിട്ട് നിന്നെ കൊണ്ട് നടന്നാനെ. ഇപ്പം തന്നെ നിനക്ക് വേണ്ടി ഈ വീട് മേടിച്ചിരിക്കുന്നത്. കല്യാണി മോൾക്ക് ഇതിൻ്റെ ഒരാവശ്യവും ഇല്ലായിരുന്നു. എന്നാലും ഇത് മേടിച്ചത് എന്തിനാ? നിനക്ക് വേണ്ടി, നിൻ്റെ ജീവിതം നീ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി, നീ ഒരിക്കലും കടവരാന്തയിൽ കിടന്നുറങ്ങാതിരിക്കാൻ വേണ്ടി. എന്നിട്ടും നീ ആ മോളെ നേരത്തെ മനസ്സിലാക്കിയില്ലല്ലോടാ. അതെ ബാലണ്ണ, അതെൻ്റെ തെറ്റായിരുന്നു, എൻ്റെ മാത്രം തെറ്റ്. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്കിപ്പോഴും ഭയങ്കര സങ്കടമുണ്ട്, ഭയങ്കര സങ്കടം. എൻ്റെ മോളോട് ഞാൻ ചെയ്ത ഓരോ തെറ്റുകളും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. ആ തെറ്റുകളെല്ലാം എനിക്കിപ്പോഴും എന്നോട് തന്നെ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കാലം ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന്. ഓരോ ദിവസം ഞൊണ്ടി നടക്കുമ്പോഴും ഞാൻ ചിന്തിക്കണം, എൻ്റെ കല്യാണി മോളോട് ചെയ്ത തെറ്റുകൾ ഞാൻ മനസ്സിലാക്കണം. അതിനു വേണ്ടിയാ എൻ്റെ കാല് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ഞാൻ മോളോട് പറഞ്ഞത്. സാരല്ല ബാലണ്ണ, സാരല്ലടാ പ്രകാശ, നീ ഇപ്പം നന്നായല്ലോ. ഇനി ഈ സ്വഭാവം നിന്റെ മോനെ കാണുമ്പോൾ മാറ്റാതിരുന്നാൽ മതി. എന്തായാലും സമാധാനമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കണം. പ്രകാശനാണെങ്കിൽ അങ്ങനെ അവിടെ ഇരിക്കുക സങ്കടപ്പെട്ട്. കല്യാണിയെക്കുറിച്ച് മാത്രം പ്രകാശൻ്റെ ചിന്ത. ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയെയും CS-നെയുമാണ്. കിരണും കല്യാണി അവിടെ എത്തി. മക്കളെ, എന്തായി കാര്യങ്ങളൊക്കെ? ഒന്നും പറയണ്ട അച്ഛാ, സരയുവിനെ കണ്ടെത്താനൊന്നും കഴിഞ്ഞില്ല. അച്ഛനെന്താ അന്വേഷിക്കാത്തത്? എടാ, ഞാനിവിടെ ഇരുന്ന് അന്വേഷിക്കുന്നുണ്ട്, പിന്നെ പോലീസുകാരെ കിടക്കിടക്ക് വിളിച്ച് ചോദിക്കുന്നുമുണ്ട്. ഇറങ്ങാനൊന്നും എനിക്ക് വയ്യടാ മോനെ. ഈ വയസ്സാങ്കാലത്ത് അവിടെ ഇവിടെ ഇറങ്ങി ഓടി നടക്കേണ്ട കാര്യമുണ്ടോ? ആരെങ്കിലും നല്ലവരെയാണ് കാണാണ്ടായെങ്കിൽ അന്വേഷിക്കായിരുന്നു. ഈ നാട്ടിലെ ഏറ്റവും വലിയ ദുഷ്ടത്തെയല്ലേ കാണാതായിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എടാ മോനെ, ഇന്നൊരു സംഭവം ഉണ്ടായി. എന്താ അമ്മേ? താര ഇവിടെ വന്നിരുന്നു, എന്നിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് അങ്ങ് പോയി. എന്ത്? ആൻറ്റി കുഞ്ഞിനെ എടുത്തോണ്ട് പോയിന്നോ? അതെ, അതിൽ എന്തൊക്കെയോ പന്തികേടുണ്ടല്ലോ അമ്മേ. ഞങ്ങൾ കുറേ നിർബന്ധിച്ചു കൊണ്ടുപോകണ്ടെന്ന്, പക്ഷേ താരയ്ക്ക് കൊണ്ടുപോയേ പറ്റൂ. പിന്നെ താരയുടെ പേരക്കുട്ടിയല്ലേ, കൊണ്ടുപോകണ്ടെന്ന് പറയാനുള്ള അധികാരമൊന്നും നമുക്കില്ലല്ലോ മോനെ. അതുകൊണ്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഞങ്ങളും കരുതി. പിന്നെ പോയിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞ് വരാമെന്നാണ് പറഞ്ഞത്. ഇനി കൊണ്ടുവരുമെന്നൊന്നും അറിയില്ല. കുഞ്ഞു പോയതിന് ശേഷം ശാരി ഭയങ്കര സങ്കടത്തിലാണ്. കാരണം സരയുവേ പോയി, ഇനി കുഞ്ഞും പോയ ശാരിയുടെ കാര്യം എന്താവുന്നൊന്നും അറിയില്ല.
പിന്നെ അവൾക്ക് സപ്പോർട്ട് ചെയ്യാനും നമുക്ക് പറ്റില്ലല്ലോ. താരയുടെ അവകാശവും നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? പഴയ സ്വഭാവത്തോടു കൂടെയാണെങ്കിൽ താരയുടെ കാര്യം പിന്നെ പറയണോ? ആ കുഞ്ഞിനെ ഒന്ന് നോക്കാനോ എടുക്കാനോ പോലും താരയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് ഇപ്പം പരമാവധി ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നിടത്തോളം സ്നേഹിച്ചോട്ടെ എന്ന് കരുതിയിട്ട ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നും പറയുക. അത് കേട്ടതും എന്നാലും താരേൻ്റെ ആദ്യം ഇവിടുന്ന് പോയി. അതിനുശേഷം കുഞ്ഞിനെ എങ്ങോട്ട് പോകുന്നു? എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിലെ അർത്ഥം? എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും കാര്യങ്ങളൊന്ന് അന്വേഷിക്കണം. ആ മക്കളെ, നിങ്ങളൊന്ന് അങ്ങോട്ട് ചെല്ല്, താരയുടെ വീട്ടിലേക്ക്. താരയെ ഒറ്റയ്ക്ക് വിടാനും പറ്റില്ല, എനിക്കും പേടി തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ കുഞ്ഞുണ്ടായിരുന്നത് വരെ വീട്ടിലൊരു ഒച്ചയനക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വീടാകെ ഉറങ്ങിപ്പോയതുപോലെ. എന്തായാലും അതിൻ്റെ അച്ഛനും അമ്മയാണ് ദുഷ്ടനും ദുഷ്ടത്തി. പക്ഷേ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. അതെ, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരാച്ചാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും കിരണും അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദിനെയാണ്. സ്റ്റെഫി കാണാൻ വന്നിരിക്കുക. എന്നാലും നമ്മുടെ ദൂരം ഇത്രയും അകന്നു പോയല്ലോ സ്റ്റെഫി. എന്ത് ചെയ്യാനാടാ, എനിക്ക് നിന്നെ അടുത്ത് കാണണമെന്നും നിന്നോടൊപ്പം ചേർന്നിരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാലല്ലേ നടക്കും. നീ പേടിക്കണ്ട സ്റ്റെഫി, അധികം വൈകാതെ തന്നെ ഇവിടുത്തെ ഏതെങ്കിലും കമ്പികൾ പൊളിച്ച് ഞാൻ പുറത്തിയാടും. എന്തായാലും ഞാൻ ആ കടുത്ത തീരുമാനത്തില. എന്നാലും എനിക്ക് നല്ല സങ്കടമുണ്ടടാ. ആദ്യത്തെ നമ്മുടെ പ്ലാൻ അത് നടന്നില്ലല്ലോ. അതുകൊണ്ട് നിന്നെ ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിൻ്റെ അടുത്തേക്ക് വരാതിരുന്നത്. സാരമില്ല സ്റ്റെഫി, നീ അതൊന്നും ചിന്തിച്ച് വിഷമിക്കണ്ട. എന്തായാലും ഞാനൊരു കാര്യം പറയാം. നിനക്ക് എന്തൊക്കെ സങ്കടം ഉണ്ടെങ്കിലും നീ എന്നോട് പറ. ആദ്യത്തെ നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു. അല്ല, കല്യാണം നിന്നെ വിളിക്കാറുണ്ടോ? അന്നൊരു പ്രാവശ്യം വിളിച്ചു. അപ്പം ഞാൻ അത്യാവശ്യമായിട്ട് ചെന്നൈ പോവുകയാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം പിന്നെ വിളിച്ചിട്ടില്ല. എന്തായാലും അവളെ കൊണ്ട് വലിയൊരു കൺസ്ട്രക്ഷൻ്റെ വർക്ക് ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞല്ലേ അത് ഓർഡർ കൊടുത്തത്. പക്ഷേ അതിനുശേഷം പിന്നെ ഞാൻ അവളെ വിളിച്ചിട്ടില്ലല്ലോ. എടാ, ഈ കല്യാണിയുടെ കുടുംബത്തിൽ ഏതെങ്കിലും ചെറുപ്പക്കാർ പയ്യന്മാരുണ്ടോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഒന്ന് പ്രേമിക്കാനോ? അപ്പം എടാ ഒന്ന് പോടാ. ഓരോരോ കുടുംബത്തിനെ ചതിക്കാൻ വേണ്ടി, അതും നിനക്ക് വേണ്ടി ചതിക്കാൻ ഞാൻ ഇങ്ങനെയല്ലേ ഓരോരുത്തന്മാരുടെ മനസ്സിൽ കയറി പറ്റുന്നത്. എന്നിട്ട് അവരുടെ വീട് കയറി കുടുംബം തകർത്തിട്ടില്ലേ? അതുപോലെയുള്ള വല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നാ? അവരുടെ വീട്ടിൽ വലിയ ചെറുപ്പക്കാരൊന്നുമില്ല. പിന്നെ ഉള്ളത് കിരണ അത്യാവശ്യം സ്മാർട്ടാ. എന്നാ പിന്നെ അവനെ വളക്കി. അത് കേട്ടതും അത് നടക്കുമോ? അത് നടക്കുമെന്നൊന്നും അറിയില്ല, ശ്രമിച്ചു നോക്ക്, ചിലപ്പോൾ നടക്കും. അതേടാ, അത് ശ്രമിച്ചിട്ട് അവളെ തകർക്കാൻ നോക്കാം. എടി സ്റ്റെഫി, എന്തായാലും ഇനി അടുത്ത പ്ലാൻ എന്ത് ചെയ്യും? ആ കാർത്തിക, അവൾ കല്യാണം കഴിച്ച പണി പാളും. കാരണം അവൾ കല്യാണം കഴിക്കാതിരിക്കുന്നതാ നമുക്ക് ബലം. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞ? അവൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടും. പിന്നെ എല്ലാം അവളുടെ ഭർത്താവിൻ്റെ പേരിൽ എഴുതി വെച്ചാൽ തീർന്നു. അത് ശരിയാണല്ലോ, അവൾ കല്യാണം കഴിക്കുന്നത് നമുക്ക് ഭീഷണിയാണല്ലേടാ. അതെ, അത് സത്യം എന്നൊക്കെ പറയണം. അത് കേട്ടതും നമ്മുടെ സ്റ്റെഫ് ഇങ്ങനെ ആലോചിക്കുക. എടാ, എന്നാലും നീ എപ്പോഴാണ് പുറത്തു വരുന്നേ? ഞാൻ വരാം, നീ ധൈര്യമായിട്ടിരിക്കേ. വിക്രമും രാഹുലങ്ങളും മനോഹറൊക്കെ ഇവിടെയുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കിതിനകത്ത് ധൈര്യമാണ്. പിന്നെ എൻ്റെ ചുറ്റിനും 4 കണ്ണുകളും ഉണ്ട്. അതുകൊണ്ട് എനിക്കിവിടുന്ന് ചാടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ചാടിയിരിക്കും. ഈ ഗംഗാപ്രസാദ് ചാടുമെന്ന് പറഞ്ഞാൽ ചാടും എന്ന് മനസ്സിൽ സ്റ്റെഫിയോട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നാൽ ശരിയടാ, ഞാൻ പോയിട്ട് വരട്ടെ. നീ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുക. എന്നിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ. ശരിയടി. അങ്ങനെ നമ്മുടെ സ്റ്റെഫി പോയി. ഈ സമയം ഗംഗ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തിറങ്ങിയേ മതിയാവും. എടാ കിരണേ, നിന്നെ വളക്കാൻ എൻ്റെ പെണ്ണ് വരുന്നുണ്ടടാ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് താരയുടെ വീട്ടിൽ കിരണും കല്യാണിയും ചെല്ലുക. കോളിംഗ് ബെൽ അടിച്ചു. താര വാതിൽ തുറന്നു. പതർച്ചയോടെ താര അകത്തേക്ക് വാ എന്നും ആംഗ്യ ഭാഷയിൽ വിളിക്കുക. അത് കേട്ടതും കിരണും കല്യാണി അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് ചെല്ലുക. അല്ല ആൻറ്റി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു എന്നറിഞ്ഞു. എന്താ ആൻറ്റിക്ക് എന്താ പറ്റിയേ? കുഞ്ഞിനെ എടുത്തിനി ആൻറ്റി കുഞ്ഞിൻ്റെ അമ്മയെ ഏൽപ്പിച്ചോ? അത് കേട്ടതും താരയൊന്ന് ഞെട്ടി. ഈശ്വര, ഇവർ സത്യങ്ങൾ അറിഞ്ഞു എന്ന്. എന്താ ആൻറ്റി ഒന്നും മിണ്ടാത്തെ? കുഞ്ഞിവിടെയുണ്ടോ, ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചോ? അവളുടെ നിർദ്ദേശപ്രകാരം ആൻറ്റി കുഞ്ഞിനെ മനഃപൂർവ്വം അവൾക്ക് കൊടുത്താണോ? എന്താ ആൻറ്റി എന്തൊന്നും പറയാത്തത്? എന്തേലും പറ. അത് കേട്ടതും താര അങ്ങനെയൊന്നുമില്ല. അപ്പം കുഞ്ഞെവിടെ? അത് കേട്ടതും നമ്മുടെ താര ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആകെ മൊത്തത്തിൽ ആൻറ്റിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. കുഞ്ഞെവിടെ ആൻറ്റി? അപ്പോഴേക്കും കുഞ്ഞ് കരയുന്നു. കുഞ്ഞെവിടെ തന്നെ ഉണ്ടല്ലോ. സമാധാനായി. ഞങ്ങളുടെ ശബ്ദം കുഞ്ഞിനറിയാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ശബ്ദം കേട്ടപ്പോൾ തന്നെ കരഞ്ഞത്. കുഞ്ഞ് വലുതായി വരികയല്ലേ, അതുകൊണ്ട് ശബ്ദങ്ങളൊക്കെ കുഞ്ഞിന് മനസ്സിലാവും. എന്നാലും ആൻറ്റി ചെയ്തത് ശരിയായില്ല. ആ കുഞ്ഞിനെ അച്ഛനും അമ്മയും ഒന്ന് സ്നേഹിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ആൻറ്റി ആ കുഞ്ഞിനെയും കൊണ്ടിങ്ങ് വന്നു. എന്തായാലും ഞാൻ കുഞ്ഞിനെ കാണട്ടെ. അപ്പോൾ താര, വേണ്ട. അതെന്താ ആൻറ്റി? ഞാൻ കുഞ്ഞിനെ കാണാൻ പാടില്ലേ? ഞാൻ എടുക്കാൻ പാടില്ലേ? അപ്പോൾ താര, ഇല്ല പൊയ്ക്കോ.
അപ്പോൾ നമ്മുടെ കല്യാണി മുകളിലേക്ക് പോവുക. ഈ സമയം ആൻറ്റിക്ക് എന്തോ പതർച്ചയുണ്ടല്ലോ. എന്താ ആൻറ്റി, എന്താ പറ്റിയേ? എന്താണേലും പറയാം ആൻറ്റി. അത് കേട്ടതും നമ്മുടെ താര ഒന്നുമില്ല എന്ന് ഞാനും പോയി കുഞ്ഞിനെ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ നടക്കുമ്പോഴത്തേക്ക് താര നെഞ്ചത്ത് കൈവച്ച് ഈശ്വര കുഞ്ഞിനെ സരയുവിനെ അവർ കാണരുതേ എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കണം. അത് കണ്ടതും നമ്മുടെ കിരണിന് വലിയ സംശയം തോന്നുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.